ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 5ാം ഘട്ട മത്സരങ്ങൾ, അതായത് സെമി ഫൈനൽ മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സെമി ഫൈനലിന്റെ ഈ വേദിയിൽ എല്ലാ കുട്ടികളും തന്നെ വാശിയേറിയ ശക്തമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇനിയുള്ള എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡിലും ഇവർക്ക് മനോഹരമായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യം വജ്രവ്യൂഹം. വജ്രവ്യൂഹത്തിനായിട്ട് നിങ്ങളും ഞാനും ഈ വേദിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മുടെ 2 ടീമുകളെ വിളിക്കാൻ സമയമായിരിക്കാണ്. നമുക്ക് ആദ്യത്തെ ടീമിനെ വിളിക്കാം. GHSS ചാലിശ്ശേരി. പേര് അഭിരാം. എത്രാം ക്ലാസ്സിലാ? 10ാം ക്ലാസ്സില്. വേദവ്യാസ് +2. ഈ സെമി ഫൈനലിൽ വന്നപ്പം എന്ത് പറഞ്ഞു ഫ്രണ്ട്സും സ്കൂളിലുള്ളവരൊക്കെ? നന്നായി മത്സരിച്ചിട്ട് വരാൻ പറഞ്ഞു. ആണ്. ആ. ഫിനാലയിൽ എന്തായാലും എത്തണം, ആ മാക്സിമം ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ മത്സരിക്കുന്ന ഓപ്പോസിറ്റ് ഒരു ടീമും കൂടെ വേണ്ടേ? നമുക്ക് അവരെ വിളിച്ചാലോ? നമുക്ക് അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാം. ചിന്മയ വിദ്യാലയ കാസർഗോഡ്. പേര് സാവരി ഹൊസങ്കടി. ഓക്കെ. പേര് പ്രാർത്ഥന. 10ൽ പഠിക്കുന്നു. ആ കുട്ടിയുടെ പേര് ഇനി മോളെന്ന് പറഞ്ഞേ. അസാവരി. അസാവരി. ഓക്കെ. എന്തായാലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. ഞാൻ ആദ്യം, എന്താണ് ഈ പേരിന്റെ പേര്? ഐ മീൻ അർത്ഥം? ഹിന്ദുസ്ഥാനി രാഗമാണ്. മലയാളി അല്ലേ ബേസിക്കലി? ഏതാണ് മദർ ടങ് വരുന്നത്? ആക്ച്വലി മൈ മദർ ടങ് ഈസ് കന്നഡ. ഓക്കെ. ഐ ഡു നോ മലയാളം തോ. ഓക്കെ. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. റെസ്പോണ്ട് ചെയ്യുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫ്ലുവന്റ് അല്ല അതന്നെ. ഓക്കെ. അപ്പൊ ഇത് മലയാളത്തിലായിരിക്കുമല്ലോ ചോദ്യങ്ങള്. ഷീൽ ഹെൽപ്പ് മീ ദോ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ അല്ലേ? ഗുഡ്. അത് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ വജ്രവ്യൂഹത്തിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് നമ്മുടെ ലക്ഷ്മി മാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് വിളിക്കാം ലക്ഷ്മി മാം. നമസ്കാരം. ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് കന്നഡ പറയുന്ന ഒരു കുട്ടീനെയൊക്കെ തരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. കന്നഡ അല്ലേ? സപ്തഭാഷാ സംഗമ ഭൂമിയാണ് ഇവരുടെ നാട് അല്ലേ? കാസർഗോഡ്. ഏതൊക്കെ ഭാഷകളുണ്ട് അവിടെ? ഏതൊക്കെ അറിയാം ഭാഷകള്? ഐ മീൻ എനിക്ക് കൊങ്കണി മനസ്സിലാകും. കന്നഡ സംസാരിക്കും. തുളു മനസ്സിലാവും. തുളു മനസ്സിലാവും. മലയാളം മനസ്സിലാവും. 7 ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. യക്ഷഗാനം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇനമല്ലേ? ഏതെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ? കന്നഡയിൽ കവിത അങ്ങനെ എന്തെങ്കിലും അറിയോ? പ്രസംഗം? ഒരു ചെറിയ poem. It's not a poem actually. It's quite popular in Karnataka. ಜೋಗದ ಸಿರಿ ಬೆಳಕಿನಲ್ಲಿ ತುಂಗೆಯತನೆ ಬಳುಕಿನಲ್ಲಿ ಸಹ್ಯಾದ್ರಿಯ ಲೋಹದದಿರ ಉತ್ತುಂಗದ ನಿಲುಕಿನಲ್ಲಿ ನಿತ್ಯ ಹರಿತ್ವರ್ಣವನದ ತೇಜಗಂಧ ತರುಗಳಲ್ಲಿ ನಿತ್ಯೋತ್ಸವ ತಾಯೇ ನಿತ್ಯೋತ್ಸವ ನಿನಗೆ ನಿತ್ಯೋತ್ಸವ തായേ നിത്യോത്സവ. ഇത് ദേശഭക്തി ഫീൽ ചെയ്യുന്നതാണോ? അതെ. അർത്ഥം നമുക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ദേശാഭിമാനം തോന്നുന്ന. നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നമ്മളപ്പോ വജ്രവ്യൂഹത്തിൽ ഭഗവത്ഗീത പ്രശ്നോത്തരിയുമായിട്ട് വന്നിരിക്കുന്നു. ഭഗവത്ഗീത ധാരാളം ആശയങ്ങളെ കൊണ്ട് സമ്പന്നമാണ് അല്ലെ? ഭാരതത്തിന് ലോകത്തോട് എന്ത് സംസാരിക്കാനുണ്ടായിരുന്നു? ഭാരതത്തിന് തന്റെ ജ്ഞാനത്തിന്റെ ഏതൊക്കെ ആശയങ്ങൾ ലോകത്തിന് കൊടുക്കാനുണ്ടായിരുന്നു? അത് ഭഗവത്ഗീതയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ ഭാരതത്തിലെ ആചാര്യന്മാരൊക്കെ, നമ്മുടെ ജ്ഞാനികളായ ആചാര്യന്മാരൊക്കെ ലോകവേദികളിൽ പോയി, ഇപ്പൊ വിവേകാനന്ദരെ പോലെയുള്ളവർ, സ്വാമി ചിന്മയാനന്ദയെ പോലെയുള്ളവർ, മാതാമൃതാനന്ദമയി ദേവിയെ പോലെയുള്ളവരൊക്കെ ലോകത്തോട് സംസാരിക്കുമ്പോൾ അത് ഭാരതത്തിന്റെ അറിവായതുകൊണ്ടാണ് ലോകത്തിനത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ഉപനിഷത്തുകളുടെ അറിവ് അത് എല്ലായിടത്തും പ്രയോഗിക്കാവുന്ന, ലോകത്തിൽ എല്ലായിടത്തും സാധ്യതയുള്ള അറിവുകളാണത്. ഭഗവത്ഗീത നമ്മുടെ ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിന്റെ ഒരു വലിയ സ്രോതസ്സാണ്. അത് ക്വിസ് രൂപത്തിൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ കൂടി ഭഗവത്ഗീതയെ നിങ്ങൾ പരിചയപ്പെടുക എന്നൊരർത്ഥത്തിലാണ് നമ്മളിവിടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. വജ്രവ്യൂഹത്തിൽ ചിന്മയ വിദ്യാലയ കാസർഗോഡിനോടാണ് നാം ആദ്യമായി ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നമുക്ക് തുടങ്ങല്ലേ? ചിന്മയ വിദ്യാലയം കാസർഗോഡിന്റെ ഒന്നാമത്തെ ചോദ്യം.
ആസുരി സമ്പത്ത് ഇതിന്റെ പ്രത്യേകതയായി ഭഗവത്ഗീത നിരൂപണം ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മോക്ഷത്തിന് കാരണമാകുന്നു, ഓപ്ഷൻ ബി ദുഃഖവിമോചനത്തിന് കാരണമാകുന്നു, ഓപ്ഷൻ സി അവ്യവസ്ഥയ്ക്ക് കാരണമാകുന്നു, ഓപ്ഷൻ ഡി ബന്ധനത്തിന് കാരണമാകുന്നു. ആസുരി സമ്പത്ത്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ബന്ധനത്തിന് കാരണമാകുന്നു. ആസുരി സമ്പത്ത് ബന്ധനത്തിന് കാരണമാകുന്നു. ലോക്കിയ Yeah. ലോക്ക് ചെയ്യുന്നു. ദൈവാസുര സമ്പത്ത് വിഭാഗയോഗമാണ് അല്ലെ ഈ ചോദ്യം വരുന്നത്. അപ്പൊ ദൈവിക സമ്പത്ത് എന്താണ്, ആസുരി സമ്പത്ത് എന്താണ്? അത് ബന്ധനത്തിന് കാരണമാകുന്നു. എനിക്ക് ഓപ്ഷൻ സി ആയിട്ടൊരു താരതമ്യം തോന്നുന്നുണ്ട്. അവ്യവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഓപ്ഷൻ ബി ഒന്നുമല്ല. നമുക്ക് നോക്കാം ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. ആസുരി സമ്പത്ത് ബന്ധനത്തിന് കാരണമാകുന്നു. നിങ്ങൾക്ക് 10 മാർക്ക്. തുടങ്ങാം. GHSS ചാലിശ്ശേരിയുടെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം. വാങ്മയം തപ ഉച്യത്തെ. വാക് സംബന്ധിയായ തപസ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ അഹിംസ ചെയ്യുക, ഓപ്ഷൻ ബി ശൗചമാചരിക്കുക, ഓപ്ഷൻ സി ഉദ്വേഗമുണ്ടാകാതിരിക്കുക, ഓപ്ഷൻ ഡി മൗനം ശീലിക്കുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി അല്ലേ? ലോക്ക് ചെയ്യണം. ഓപ്ഷൻ ഡി അല്ലേ? ഡി പറഞ്ഞു. പറഞ്ഞു. ഓപ്ഷൻ ഡി മൗനം ശീലിക്കുക. ഓപ്ഷൻ ഡി മൗനം ശീലിക്കുക. വാങ്മയമായ തപസ്. സമയം കഴിഞ്ഞു. ലോക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. വാങ്മയമായ തപസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഒരാൾക്ക് വാക്കുകൊണ്ട് എങ്ങനെ തപസ് ശീലിക്കാം അല്ലെ? നാം സംസാരിക്കുന്നുണ്ട്, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തപസ്, നമ്മുടെ വാക്ക് എങ്ങനെ തപസ്സാക്കി മാറ്റാം. ഉത്തരം ഏതാണെന്ന് നോക്കാം. ആ ഉത്തരം തെറ്റാണ്. മൗനമായിരുന്നാൽ നമ്മൾ എങ്ങനെയാണോ വാങ്മയമായ തപസ് ചെയ്യുന്നത്? അനുദ്വേഗകരം വാക്യം. അനുദ്വേഗകരമായ വാക്യം, മറ്റുള്ളവർക്ക് ഉദ്വേഗമുണ്ടാക്കാത്ത, മറ്റുള്ളവരുടെ മനസ്സിന് ആങ്സൈറ്റി, ടെൻഷൻ ഇതൊന്നും ഉണ്ടാക്കാത്ത വാക്യം ഒരു വലിയ തപസ്സാണ് അല്ലെ? നമുക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ശരി ഉത്തരം ഓപ്ഷൻ സി ഉദ്വേഗമുണ്ടാക്കാതിരിക്കുക. ഉദ്വേഗമുണ്ടാക്കാത്ത വാക്കാണ് ശരിയായ തപസ് എന്ന് പറയുന്നത്. ചിന്മയ വിദ്യാലയത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. നരകത്തിലേക്കുള്ള വാതിലുകളായി കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ സത്യം, ദയ, ദാനം, ഓപ്ഷൻ ബി കാമം, ക്രോധം, ലോഭം, ഓപ്ഷൻ സി ധർമ്മം, അർത്ഥം, കാമം, ഓപ്ഷൻ ഡി പ്രകാശം, പ്രവൃത്തി, നിയമം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി കാമം, ക്രോധം, ലോഭം. 27ാമത്തെ സെക്കൻഡിൽ പറഞ്ഞു ഉത്തരം. ശരിയായിരിക്കുമോ? ശരിയാണ്. അപ്പൊ നമ്മൾ ധൈര്യപൂർവ്വം ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി കാമം, ക്രോധം, ലോഭം. എന്തായിരുന്നു ചോദ്യം? നരകദ്വാരം അല്ലെ? നരകവാതിൽ. അതായത് നരകം എന്ന് പറഞ്ഞാൽ നമ്മള് സ്വർഗമെന്നോ നരകമെന്നോ 2 ഇടങ്ങളുണ്ടെന്നോ അല്ലെ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ അവിടെ കുറെ അനുഭവങ്ങളുണ്ട്, സ്വർഗത്തിൽ സന്തോഷം. അങ്ങനെയല്ല, മനുഷ്യന്റെ ജീവിതത്തിലെ 2 അവസ്ഥകളെയാണ് സ്വർഗം, നരകം എന്ന് പറയുന്നത്. നോക്കാം ഉത്തരം ശരിയാണോ. നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന, നരക തുല്യമാക്കി തീർക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. കാമം, ക്രോധം, ലോഭം അല്ലെ? കാമവും ക്രോധവും ലോഭവും ഒരാളുടെ മനസ്സിനെ, അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ നന്മയിലും സന്തോഷിക്കാൻ പറ്റില്ല. ഒരാൾ നന്നായാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അത് നമ്മുടെ മനസ്സിനെ നരകത്തിലേക്ക് എത്തിക്കും. ചാലിശ്ശേരി സ്കൂളിനുള്ള രണ്ടാമത്തെ ചോദ്യം. അസതിത്യുച്യത്തെ പാർത്ഥ. ഭഗവത്ഗീത വാക്യമാണിത്. അസത്തായ കർമ്മം ഏതെന്നാണ് ഭഗവത്ഗീതയുടെ അഭിപ്രായം? അപ്പൊ താഴെ പറയുന്നവയിൽ അസത്തായ കർമ്മം ഏത്? ഓപ്ഷൻ എ ശുഭസങ്കല്പങ്ങളില്ലാത്ത ആശംസ, ഓപ്ഷൻ ബി അശ്രദ്ധയോടെ ചെയ്യുന്ന ദാനം, ഓപ്ഷൻ സി ജിജ്ഞാസയോടെ ചെയ്യുന്ന അധ്യയനം, ഓപ്ഷൻ ഡി ധർമ്മവിരുദ്ധമായ ത്യാഗം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ലോക്ക് ചെയ്തോളൂ. ഏതാണെന്ന് ആലോചിച്ച്.
പറഞ്ഞോളൂ. ഓപ്ഷൻ എ ശുഭസങ്കല്പങ്ങളില്ലാത്ത ആശംസ. ഉറപ്പാണോ? ആ. ഉറപ്പിക്കാം. ആ. ഭഗവത്ഗീത വാക്യം അനുസരിച്ചാണ് ഉത്തരം പറയേണ്ടത്. നമ്മൾ ഉറപ്പിക്കുന്നു. ശുഭസങ്കല്പങ്ങളില്ലാത്ത ആശംസ ഓപ്ഷൻ എ. നോക്കാം. അസത്ത് ആയത് ഭഗവത്ഗീത പറയുന്ന വാക്യം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? വാക്യം ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. അയ്യോ, അത് തെറ്റായി പോയല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അശ്രദ്ധയോടെ ചെയ്യുന്ന ദാനം. അതായത് അശ്രദ്ധയോടെ ചെയ്യുന്ന ദാനം, അതിനെയാണ് അസദിത്യുച്യത്തെ പാർത്ഥ. ഭഗവത്ഗീത വാക്യം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശുഭസങ്കല്പങ്ങളില്ലാത്ത ആശംസയൊക്കെ അസത്ത് തന്നെയാണ്, പക്ഷെ അത് ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതിന് മാർക്കില്ല. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവരുടെ മൂന്നാമത്തെ ചോദ്യം. തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. ഏത് കാലത്തിൽ ശരീരം ത്യജിക്കുന്നവർക്കാണ് ബ്രഹ്മപ്രാപ്തി ലഭിക്കുന്നതായി ഭഗവത്ഗീത വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ, രാത്രിയുടെ അന്ത്യാമത്തിൽ. ഓപ്ഷൻ ബി, കൃഷ്ണപക്ഷത്തിൽ. ഓപ്ഷൻ സി, ദക്ഷിണായനത്തിൽ. ഓപ്ഷൻ ഡി, ഉത്തരായനത്തിൽ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി, ഉത്തരായണത്തിൽ. ഓപ്ഷൻ ഡി, ഉത്തരായണത്തിൽ. ദക്ഷിണായനത്തിലല്ല, കൃഷ്ണപക്ഷത്തിലല്ല, അല്ല. രാത്രിയുടെ അന്ത്യാമത്തിലും അല്ല. അല്ല. ശരീരം നമുക്ക് ക്ഷയിക്കാൻ, ശരീരം ത്യജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ഓപ്ഷൻ ഡി ലോക്ക് ചെയ്യുന്നു. ഭഗവാൻ ഈ ശരീരം, നമ്മൾ ഈ ലോകത്തിൽ ഈ ശരീരം എടുത്തിട്ട് ഈ ശരീരം ത്യജിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് പറയുന്നത്. ഈശ്വർ കാത്തു കിടന്നു എന്നൊക്കെ പറയുന്ന സമയം അതേതായിരിക്കും? നോക്കാം. ശരിയായ ഉത്തരം, ഉത്തരായണത്തിൽ ശരീരം ത്യജിച്ചാൽ അയാൾ മോക്ഷത്തിലേക്ക് പ്രാപിക്കും. നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം വളരെ പ്രസിദ്ധമായ വാക്യമാണ് ഭഗവത്ഗീതയിലെ. പത്രം പുഷ്പം ഫലം തോയം. അവിടെ പൂരിപ്പിക്കുക പ്രയച്ഛതി. ഇവിടെ ജലമോ പൂവോ പഴമോ കൊണ്ട്, ഇലയോ കൊണ്ട് ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? ഓപ്ഷൻ എ, ശമം. ഓപ്ഷൻ ബി, ദമം. ഓപ്ഷൻ സി, ഭക്തി. ഓപ്ഷൻ ഡി, ഉപരതി. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി, ഭക്തി. ഓപ്ഷൻ സി, ഭക്തി. ഭഗവത്ഗീത വാക്യമൊക്കെ ഓർത്തു നോക്കിയോ? അപ്പൊ ഉറപ്പിക്കാം. അപ്പൊ ധൈര്യപൂർവ്വം ചേട്ടനും അനിയനും കൂടെ പറഞ്ഞതനുസരിച്ച് ഓപ്ഷൻ സി, ഭക്തി. നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകാണ് അല്ലെ? ഭഗവാന് നാം കൊടുക്കേണ്ടത് എന്താണ്? അത് പത്രമായാലും, ഒരു ഇല കൊടുത്താലും, ഒരു പുഷ്പം കൊടുത്താലും, ഒരു പൂവ്, ഒരു കായ അല്ലെ, അതേ ഉള്ളൂ കയ്യിൽ. ശബരിയുടെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ? ആ ഒരു കായേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ കുറച്ച് ജലമേ കൊടുക്കാനുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ മനോഭാവം എന്തായിരിക്കണം എന്നാണ് ചോദ്യം. അത് ശമത്തോടെ കൊടുക്കണോ, ദമത്തോടെ കൊടുക്കണോ, ഭക്തിയോടെ കൊടുക്കണോ, ഉപരതിയോടെ കൊടുക്കണോ? ഏതാന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ സി. ഉത്തരം ശരിയാണ്. നോക്കൂ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. അല്ലെ? ഭക്തി കൊണ്ട് പത്രമോ പുഷ്പമോ ഫലമോ തോയമോ ഭഗവാന് കൊടുത്താൽ അത് ഭഗവാൻ സ്വീകരിക്കും. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 10 മാർക്ക്. ചിന്മയ വിദ്യാലയത്തിന്റെ അടുത്ത ചോദ്യം. യുദ്ധാരംഭം കുറിച്ചുകൊണ്ട് ആരാണ് ആദ്യം ശംഖനാദം മുഴക്കിയത്? ഓപ്ഷൻ എ, ശ്രീകൃഷ്ണൻ. ഓപ്ഷൻ ബി, അർജുനൻ. ഓപ്ഷൻ സി, ഭീഷ്മൻ. ഓപ്ഷൻ ഡി, ദുര്യോധനൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി, ഭീഷ്മൻ. ഉറപ്പ്? അതെ. ധൈര്യപൂർവ്വം ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ലോക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് സംശയമില്ല. ഓപ്ഷൻ സി, ഭീഷ്മൻ ലോക്ക് ചെയ്യുന്നു. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ഉത്തരം ഭീഷ്മൻ. അല്ലെ? സിംഹനാദം വിനദ്യോച്ചൈർ. സിംഹനാദം മുഴക്കിക്കൊണ്ട്, അലറിക്കൊണ്ട് ഭീഷ്മർ ആദ്യമായി ശംഖ് മുഴക്കി. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ത്രൈവിദ്യാമാം സോമപാ പൂതപാപ. ത്രൈവിദ്യന്മാരായ ജനങ്ങൾ ഭഗവാനെ എങ്ങനെ പൂജിച്ചിട്ടാണ് പാപരഹിതന്മാരായി തീരുന്നത്? ഓപ്ഷൻസ് നോക്കൂ.
എ യജ്ഞം കൊണ്ട്, ബി അർച്ചന കൊണ്ട്, സി മനനം കൊണ്ട്, ഡി ഭക്തി കൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ഭക്തി കൊണ്ട്. ഓപ്ഷൻ ഡി ഭക്തി കൊണ്ട് ലോക്ക് ചെയ്യാം. ആ. നോക്കാം. ത്രൈവിദ്യന്മാരായ ജനങ്ങൾ ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കുന്നത്? ലോക്ക് ചെയ്യാം നമുക്ക്. ഓപ്ഷൻ ഡി ഭക്തി കൊണ്ട് ശരിയായ ഉത്തരമാണോ എന്ന് നോക്കാം. ഓപ്ഷൻ ഡി തെറ്റായ ഉത്തരമാണ്. അങ്ങനെയാണോ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? ഭക്തി ആവശ്യമുണ്ട്. നമുക്ക് ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ഭക്തി എല്ലാത്തിനും ആവശ്യമാണ്. പക്ഷേ ത്രൈവിദ്യന്മാരായ ജനങ്ങൾ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നത്, നമുക്ക് ഓപ്ഷൻ ഏതാണ് ശരിയെന്ന് നോക്കാം. ഓപ്ഷൻ എ യജ്ഞം കൊണ്ട്. അതായിരുന്നു കൃത്യമായ ഉത്തരം. നിങ്ങളുടെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ചോദ്യം. തദ്ധാമ പരമം മമ. ഭഗവത്ഗീതാ വചനമനുസരിച്ച് ഭഗവാന്റെ പരമമായ ധാമം ഏതാണ്? ഓപ്ഷൻ എ അവ്യക്തവും അക്ഷരവുമായത്. ഓപ്ഷൻ ബി ആണോ അനാദിയും അവ്യവസ്ഥയുമായത്? ഉത്തരം ഓപ്ഷൻ സി ആണോ സുകൃതവും ദുഷ്കൃതവും കൂടി ചേർന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണോ സത്യധർമ്മ സമ്മിശ്രമായത്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ അവ്യക്തവും അക്ഷരവുമായത്. അവ്യക്തവും അക്ഷരവുമായത്. അനാദിയാണ്, സത്യധർമ്മ സമ്മിശ്രമാണ്. ഇതൊക്കെ ശരിയായ ഉത്തരങ്ങളിലേക്കുള്ള സാധ്യതകളാണ്. നോക്കിയണോ? അതെ, ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ അവ്യക്തവും അക്ഷരവുമായത്. നോക്കാം. തദ്ധാമ പരമം മമ. ശ്ലോകം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ എൻ്റെ ഏറ്റവും ശക്തമായ, എൻ്റെ പ്രാപ്യസ്ഥാനം, എൻ്റെ ആശ്രയം, ഞാൻ നിലകൊള്ളുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്. നോക്കാം. അവ്യക്തവും അക്ഷരവുമായത് ഉത്തരം ശരിയാണ്. 5 ഉത്തരം ശരിയായി. നിങ്ങൾ 50 മാർക്ക് നേടിയിരിക്കുന്നു. ശരി, നമുക്ക് അഞ്ചാമത്തെയും അവസാനത്തെയുമായ ചോദ്യത്തിലേക്ക് പോവാം. നച്ചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. പ്രസിദ്ധമായ വാക്യമാണ്. കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഭഗവാനെ കർമ്മങ്ങൾ ബന്ധിക്കാത്തതെന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ കർമാധീനനായതുകൊണ്ട്. ഓപ്ഷൻ ബി ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്. ഓപ്ഷൻ സി കർമ്മകുശലനായതുകൊണ്ട്. ഓപ്ഷൻ ഡി ജ്ഞാനസ്വരൂപമായതുകൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. നന്നായി ആലോചിച്ച് പറയണേ, ചാടി പറയരുതേ. 30 സെക്കൻഡ് എടുത്ത് ആലോചിച്ചോളൂ. എ കർമാധീനനായതിനാൽ. ഓപ്ഷൻ എ കർമാധീനനായതിനാൽ. ലോക്ക് ചെയ്തോട്ടെ? ഉറപ്പ്? ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ. നമുക്ക് നോക്കാം ശരിയാണോ നോക്കാം. ഭഗവാൻ നിരന്തരം നമ്മളെ പോലെയൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും നമ്മളെ അതൊക്കെ ബാധിക്കും. നമ്മള് കർമ്മത്തിനുള്ളിൽ പെട്ടുപോകും. പക്ഷെ ഭഗവാനെ അത് ബാധിക്കുന്നില്ല, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മളെപ്പോലെയൊക്കെ ജീവിച്ചിട്ടും നമ്മളുടെ ഇടയിൽ ഉണ്ടായിട്ടും ഭഗവാനെ കർമ്മങ്ങൾ ബാധിക്കാത്തത് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ കർമാധീനനായതിനാൽ. തെറ്റാണ്. ഭഗവാൻ കർമാധീനനാണോ? നമുക്ക് ഏതാ ശരിയായ ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി, അതാണ് ഉദാസീനവദാസീനം. എടോ അർജുന, ഞാൻ തന്നെ പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു, പക്ഷെ ഞാൻ ഉദാസീനനായി. ഞാൻ ഈ കർമ്മം ഒന്നും ചെയ്യുന്നു എന്നുള്ള ഭാവം പോലും ഇല്ലാതെ ഉദാസീനവദാസീനം വർത്തയേവച്ച കർമ്മണി. ഞാൻ കർമ്മം ചെയ്യുന്നു, പക്ഷെ ഉദാസീനനെ പോലെ കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞില്ലേ ഭഗവാൻ. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഓപ്ഷൻ ബി ആണ് നമുക്ക് ശരിയായ ഉത്തരം. നമുക്ക് അതിന് മാർക്ക് തരാൻ പറ്റില്ല. 2 സ്കൂളുകളോടുള്ള ചോദ്യങ്ങൾ നമുക്ക് അവസാനിച്ചിരിക്കുന്നു. ചിന്മയ വിദ്യാലയം 50 മാർക്ക് നേടി, നല്ല സ്കോറ്. നിങ്ങൾ 10 മാർക്കാണ് നേടിയിരിക്കുന്നത്. ഭഗവത്ഗീതയിലൂടെ കുറച്ചുകൂടി ഗൗരവമായി നമ്മൾ അർത്ഥത്തിലൂടെ കടന്നു പോകണമായിരുന്നു. കൃത്യമായി ഭഗവത്ഗീത വാക്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് ചോദിച്ചത്. കുറച്ചുകൂടി ഗൗരവമായി ഭഗവത്ഗീത പഠിക്കണമായിരുന്നു. സാരില്ല, ഇനി സമയമുണ്ടല്ലോ. ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്, ഇനി സമയമുണ്ട്, അല്ലേ? അപ്പൊ അടുത്ത സ്കോർ ചെയ്യണം.
അടുത്ത ക്വിസില് ഇതുപോലെ പഠിച്ചു വന്ന് സ്കോർ ചെയ്യണം കേട്ടോ. നമുക്ക് അവസാനിപ്പിക്കാം. വജ്രവ്യൂഹം വളരെ മിടുക്കരായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ അഭിനന്ദിക്കാനായി വരദ വരും. ക്വിസ് പര്യവസാനിച്ചിരിക്കും. അതെ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? ശരി, ഒന്ന് കൈവിട്ടു പോയല്ലേ? ആ. സാരമില്ല, നമുക്കിനി സമയം കിടക്കല്ലേ. എപ്പോഴും ഇവര് നമ്മുടെ ആചാര്യസഭയിലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മാർക്കല്ല പ്രധാനം, നമ്മൾ ഭഗവത്ഗീത പഠിക്കുക, അറിഞ്ഞിരിക്കുക, അല്ലേ? അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ മത്സരിക്കാൻ പഠിക്കണ്ടേ? അതെ അതെ. എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ ജയവും തോൽവിയും മാത്രമല്ലാതെ അതെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മത്സരങ്ങളും നല്ലതാണ്. എന്തായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ മാർക്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം, അല്ലേ സ്വാമിജി? നമസ്കാര. ഇവിടെ രണ്ടു കൂട്ടർക്കും അഭിനന്ദനങ്ങൾ. എന്നാലും GHSS ചാലിശ്ശേരി സ്കൂള് അവരെ വിഷമിക്കേണ്ട കാര്യമെല്ലാം തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ ജീവിതത്തിലാണ് ഇതിൻ്റെ പ്രയോജനം വരുന്നത്. മത്സരത്തിൽ പരാജയപ്പെടുകയോ ജയിക്കുകയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം. ഒരു യുദ്ധത്തിൽ 1000 പേരെ നമ്മൾ വിജയിക്കുന്നതിലും വലുതാണ് നമ്മുടെ മനസ്സിനെ വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ വിജയിക്കാൻ സാധിക്കും? മനുജിത്ത് ജഗ്ജിത്ത് എന്നാണ്. ആരാണോ ലോകത്തിൽ മനസ്സിനെ ജയിച്ചത് അവൻ ഈ ലോകത്തെ തന്നെ ജയിച്ചു എന്നാണ്, പ്രപഞ്ചത്തെ ജയിച്ചു എന്നാണ്. അവനാണ് കരുത്തൻ, അവനാണ് ധീരൻ. അങ്ങനെയുള്ള ധീരത്വമാണ് നമ്മൾ ഈ ഭഗവത്ഗീത പഠനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏതായാലും ഇവിടെ ഭഗവത്ഗീത നമുക്ക് 2 തരം മനുഷ്യരെ കാണിച്ചു തരികയാണ്. നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ 2 തരത്തിലുള്ളൊരു വിഭജനം കാണിച്ചു തരുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ. ഒന്ന് ദൈവിക സമ്പത്തുള്ളവർ, മറ്റൊന്ന് ആസുരിക സമ്പത്തുള്ളവർ. ആ ദൈവിക സമ്പന്നന്മാരായവർ അവരെ മോചനത്തിൻ്റെ മാർഗത്തിലാണ്. അവരാണ് ഈ ജീവിതത്തിൽ പരമസ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തി ഉണ്ടാകുന്ന ഗുണങ്ങളെ അവർ കൈവശമാക്കിയവരാണ് അവർ. അതേസമയം ആസുരിക ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മളെ ബന്ധിക്കുന്നു എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാമവും ക്രോധവും ലോഭവും നരകത്തിൻ്റെ 3 വാതിലുകളാണെന്ന് പറഞ്ഞു. ഈ ആസുരിക സമ്പന്നന്മാരെല്ലാം ആ വാതിലുകളിൽ കൂടെ കടന്നുപോയിട്ട് നരകം സൃഷ്ടിക്കുന്നവരാണ്. അപ്പോൾ കൗരവന്മാരുടെയൊക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം, അവരെ അവസാന കുലം മുഴുവൻ നശിപ്പിക്കുകയാണ്. അത് നിയന്ത്രിക്കപ്പെടാത്ത മനസ്സിന് ആഗ്രഹങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണില്ലെങ്കിൽ, ആഗ്രഹങ്ങളെ ധർമ്മത്തിൻ്റെ പന്ഥാവിൽ അതിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ തന്നെ വിഴുങ്ങിക്കളയും. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ കൊലപാതകങ്ങളുണ്ടാകുന്നു, മാതാപിതാക്കന്മാരെ ദേഷിക്കുന്നവരുണ്ടാകുന്നു, അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ കൊല്ലുന്നവരുണ്ടാകുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാമവും ക്രോധവും ലോഭവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അതിജീവിക്കുക എന്നാണ് അർത്ഥം. മനസ്സിലെ ദുർചിന്തകളെയും ദുർവികാരങ്ങളെയും മനുഷ്യന് അതിജീവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ വിജയിയോട് പോലും നമുക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല. അവരെ നമ്മൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുക അങ്ങോട്ടും. അപ്പോൾ ആ ഒരു മനോഭാവം നമ്മളിൽ വളർന്നാൽ നമ്മൾ വിജയിച്ചു. പരീക്ഷയിൽ ഒരുപക്ഷെ റാങ്ക് മേടിച്ചവനായിരിക്കാം, ചിലപ്പോൾ മറ്റൊരാൾ തോറ്റ ഒരാളായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ആ തോറ്റയാൾ ചിലപ്പം വിജയിച്ചിട്ടുണ്ടാവും. ആ റാങ്ക് മേടിച്ചവനേക്കാൾ വിജയിച്ചത് ചിലപ്പോൾ തോറ്റവനായിരിക്കും പരീക്ഷയിൽ. ആ ജീവിത വിജയം എന്ന് പറയുന്ന വേറൊരു കാര്യം തന്നെയാണ്. അത് എങ്ങനെ പ്രാപ്തമാക്കാം എന്നാണ് ഭഗവത്ഗീത ഇവിടെ ആലോചിക്കുന്നത്. അതിന് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ വലിയൊരു യജ്ഞസങ്കല്പം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ത്രൈവിദ്യന്മാരെല്ലാം യജ്ഞം കൊണ്ട് പരിബോധന്മാരായി തീരുന്നതാണ്, ശുദ്ധന്മാരായി തീരുന്നു. അപ്പോൾ യജ്ഞസങ്കല്പം ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജനനം മുതൽ മരണം വരെ, അന്ത്യേഷ്ടി വരെ ഇവിടെ യജ്ഞസങ്കല്പമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്നത് പോലും ഗർഭാധാനം എന്ന് പറഞ്ഞ ചടങ്ങാണ്, അത് യജ്ഞമാണ്. അതുപോലെ എല്ലാം വിവാഹം ഒരു യജ്ഞമാണ്. അതിൽ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചടങ്ങുകളെയും യജ്ഞമാക്കി തീർക്കാം എന്ന് പഠിപ്പിച്ച ഒരു സങ്കല്പമാണ് ഭഗവത്ഗീത ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് എനിക്ക് തോന്നുന്നു.
അതിലൂടെ നമുക്ക് ശുദ്ധി സമ്പാദിക്കാൻ സാധിക്കും, മനസ്സിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ ഉയരങ്ങളാണ് നമ്മൾ കീഴടക്കേണ്ടത്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതല്ല വലിയ ഒരു ധീരൻ്റെ ലക്ഷ്യം, സ്വന്തം മനസ്സിൻ്റെ മുകളിൽ കൊടി ധ്വജം പ്രതിഷ്ഠിച്ചവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ധീരന്മാരെ സൃഷ്ടിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ മത്സരം പോലെയൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടെ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സന്ദർഭമായിട്ട് എടുക്കുക. ഈ തോൽവിയും കൂടി ഒരു പാഠമാണ്. നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും രണ്ടു കൂട്ടർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയികൾക്കും തോൽവി നേടിയവർക്കും രണ്ടു കൂട്ടർക്കും അഭിനന്ദനങ്ങൾ. നമഃശിവായ. നന്ദി സ്വാമിജി. അലക്സാണ്ടർ സർ, ഇവിടെ ആദ്യത്തെ ചോദ്യം വരുന്നത് അസുരഭാവത്തെ പറ്റിയായിരുന്നു. വളരെ രസകരമായി. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായമാണ് ദേവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് പറയുന്നത്. ആ അധ്യായത്തെപ്പറ്റി മലയാളത്തിലൊരു സിനിമയുണ്ട്, പ്രിയങ്കരനായ മോഹൻലാൽ അഭിനയിച്ച ദേവാസുരം. ഇടയ്ക്കിടയ്ക്ക് ദേവൻ്റെ സ്വഭാവം, ഇടയ്ക്കിടയ്ക്ക് അസുരൻ്റെ സ്വഭാവം കാണിക്കുന്ന മോഹൻലാലിനെ കൃത്യമായിട്ട് ഈ 16-ാം അധ്യായം കൃത്യമായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. വളരെ ശ്രദ്ധേയമായിട്ട് കുട്ടികളത് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. എന്നാൽ ഇത്തവണത്തെ ക്വിസിൽ ഏറ്റവും പ്രധാന ചോദ്യം ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്, പത്രം ഫലം തോയം എന്ന് പറയുന്ന ശ്ലോകം. മനുഷ്യർ ഈ ആചാരത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും മനുഷ്യരോട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ഈ ആചാരങ്ങൾ വെച്ചുള്ള വഴക്കിനെ കംപ്ലീറ്റ്ലി പരിഹരിച്ചുകൊണ്ടാണ് 9-ാം അധ്യായം 6-ാമത്തെ ശ്ലോകത്തിൽ നീ ഏത് ഫോമിൽ എന്നെ വർഷിപ്പ് ചെയ്താലും ഞാനത് സ്വീകരിച്ചോളാം എന്ന് പറയുന്നു. ലോകത്തിൽ മനുഷ്യൻ ആരാധിക്കാൻ പഠിച്ച 5 ഫോമിലാണ്: വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് ഫ്ലവേഴ്സ്, വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആൻഡ് വർഷിപ്പ് വിത്ത് ഡാൻസ് ആൻഡ് മ്യൂസിക്. ഈ 5 ഫോമിൽ ഏത് ഫോം എടുത്താലും ഞാൻ സ്വീകരിച്ചുകൊള്ളാം എന്ന് ഭഗവാൻ പറയുന്ന എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളുടെയും മുകളിൽ കൂടിയുള്ള ഭഗവത്ഗീതാ ശ്ലോകം അതിവിടെ ചോദിച്ച് വ്യാഖ്യാനിച്ചത് വളരെ നന്നായി. 2 ടീമിനും എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു. താങ്ക് യു സർ. വിശ്വനാഥൻ സർ, 2 വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഭഗവത്ഗീത ചൊല്ലിപ്പഠിക്കുകയും വ്യാഖ്യാനങ്ങളൊക്കെ അർത്ഥം പഠിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ ക്വിസിൻ്റെ ഏറ്റവും വലിയ മേന്മ. പഠിക്കുക എന്നുള്ളതാണ് വിഷയം. പഠിക്കുന്ന എല്ലാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നെന്ന് വരില്ല. പരീക്ഷയ്ക്ക് വന്നാൽ വരുന്നത് നമുക്ക് എഴുതാം എന്നുള്ളതല്ലാതെ അങ്ങനെ പരീക്ഷണം എന്നുള്ള മട്ടിലേക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 50 പോയിൻ്റ് കിട്ടിയോ 40 കിട്ടിയോ 30 കിട്ടിയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നിങ്ങൾക്ക് ഗീത പഠിച്ച് ഈ ശ്രേഷ്ഠ ഭാരതത്തിൽ നിന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ മേന്മ. അതിലാണ് അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. അല്ലാതെ ഈ ക്വിസിൽ ജയവും തോൽവിയും പരാജയവും ഒന്നുമില്ല. അതിനകത്ത് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാം. അതിൽ ചില ചോദ്യങ്ങൾ ഗഹനമാണ്, ചിലത് അങ്ങനെ ഒരു വിഷയം അതിൻ്റെ അകത്തേ ഇല്ല വാസ്തു. കാരണം എല്ലാ ചോദ്യങ്ങളും ചോദ്യങ്ങളാണ്. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഒരുപോലെ തോന്നുമ്പോൾ ഉത്തരം പറയാൻ നിങ്ങൾക്ക് വിഷമം വന്നേക്കാം അതിൻ്റെ മറുപടിയിൽ. അത്രമാത്രമേ ഉള്ളൂ. അത് ചോദ്യങ്ങളെല്ലാം ഗീതയിൽ ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളെല്ലാം ഗീതയിലെ ആശയങ്ങൾ, ഗീതയിലെ വരികൾ, അതിൻ്റെ അകത്തെ ഒരു ഭാഗം അതുമാത്രം കോട്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അതൊക്കെ നിങ്ങൾ വാസ്തവത്തിൽ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളതല്ലാതെ അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്കിത് അറിയാൻ മേലാത്തവരാണ്, അറിയുന്നവരല്ല, നിങ്ങൾ ഗീത പഠിച്ചില്ല അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഗീതയിൽ കൂടി വളരെ ദൂരം സഞ്ചരിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനേക ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു ബുദ്ധിയും ശക്തിയും കഴിയുമൊക്കെ ജഗദീശ്വരൻ നിങ്ങൾക്ക് 2 കൂട്ടർക്കും നൽകട്ടെ എന്ന് 2 കൂട്ടർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ ഗീതയിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് ഈ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തെക്കുറിച്ചാണ്. ഈ 2 സമ്പത്തുകളും നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവീ സമ്പത്തുമുണ്ട്, ആസുരീ സമ്പത്തുമുണ്ട്. അല്ലെ ദൈവീ സമ്പത്ത് സത്യം, ജ്ഞാനം, ഇങ്ങനെയൊക്കെ പറയാം, അത് നമ്മുടെ കയ്യിലുണ്ട്. ആസുരീ സമ്പത്തും നമ്മുടെ കയ്യിലുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, അസൂയ, ഡംഭം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട് കയ്യിൽ. പക്ഷെങ്കിൽ ഈ ആസുരീ സമ്പത്ത് നമുക്ക് പെട്ടെന്നുണ്ടായി വരും, അതിന് പ്രയത്നമൊന്നും വേണ്ട. പക്ഷേ ദൈവീക സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ ഇത്തിരി പ്രയത്നിക്കണം. രാഗസ്താവജ്ജായദേഹി സ്വഭാവാത്. കാമാദികളും കോപമൊക്കെ ഉണ്ടാവാൻ വലിയ പ്രയത്നമൊന്നും വേണ്ട. ഒരാളോട് കോപിക്കാൻ ഞാനൊന്ന് കോപിക്കട്ടെ, ഇത്തിരി സമയം പ്രയത്നമൊന്നുമില്ല, നിമിഷം കൊണ്ട് വന്നു തരും. അതേ സമയത്ത് സത്യമോ ജ്ഞാനമോ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിന് ഇത്തിരി പ്രയത്നം വേണം.
മോക്ഷോപായോ യത്നദഫ്യാത് നവാഫ്യാത്. അതിലേക്കുള്ള ദൈവീസമ്പത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണം അതൊരു യത്നമാണ്, പ്രയത്നമാണ്. അതുകൊണ്ട് കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ ആഫുരി സമ്പത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് ആഫുരി സമ്പത്തിനെയാണ് അടക്കേണ്ടത്. കാരണം അത് പെട്ടെന്ന് വരുന്നുണ്ട്. മനുഷ്യജീവിതത്തിൽ അനായാസമായി കടന്നു വരുന്നത് ഈ ആഫുരി സമ്പത്താണ്. ആ ആഫുരി സമ്പത്തിനെ അടക്കി നിർത്താനാണ് ആദ്യം ശീലിക്കേണ്ടത്. അത് അടക്കി നിർത്താൻ ശീലിച്ചാൽ ദൈവീ സമ്പത്തുകൾ താനേ വരും. അതാണ് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റേണ്ടത് എന്ന് ഈ ദൈവാഫുര സമ്പത്ത് വിഭാഗ യോഗത്തിൻ്റെ ഒരു വഴിയിൽ കൂടി നന്നായി ഭഗവത്ഗീതയിൽ നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. അതേപോലെ ഈ ഓരോ വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ആഫുരി സമ്പത്തിനെ കാണുമ്പോൾ ഉദാസീനവത് ആസീനഃ, അവിടെയാണ് ഉദാസീനത. ഇതെന്നെ ബാധിക്കില്ല, ഇതെൻ്റെ വിഷയമല്ല എന്ന് കാമക്രോധാദികളെ ഉദാസീനതയോടെ കാണുകയും ബാക്കിയുള്ള സമ്പത്തിനെ ആത്മസമ്പത്തായി കണ്ട് ആദരിച്ച് ബഹുമാനിച്ച് സ്വീകരിക്കുകയും ചെയ്യണം. ഈ രണ്ട് വിഷയങ്ങൾ ഈ രണ്ട് അധ്യായങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു ക്വിസ് പ്രോഗ്രാം വെച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വായിക്കില്ല, നിങ്ങൾ ഇത്രയും പഠിക്കില്ല. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ വായിച്ചു പഠിക്കുക. ഈ ഒരു സഭയിൽ വരുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെയുള്ള വേദികളാണ്. ഇനിയും നിങ്ങൾക്ക് ധാരാളം വേദികൾ ഉണ്ടാവും. ആ വേദിയിൽ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് പിടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് ഇതൊരു വിഷയമല്ല. നിങ്ങൾക്ക് ഇനിയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു സർ. ലക്ഷ്മി മാം? എനിക്ക് വളരെ കൗതുകമായി ഭഗവത്ഗീതയിൽ തോന്നിയ ഒരു ആശയമാണ് സാർ ഇപ്പൊ സൂചിപ്പിച്ച ഉദാസീനവദാസീനം എന്നുള്ളത്. ഉദാസീനം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മലയാളത്തിലൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മടിയനായിട്ടിരിക്കും, അല്ലെ, അതിനോടൊന്നും താല്പര്യമില്ലാതിരിക്കും എന്നാണ്. പക്ഷെ അത് ഭഗവാൻ തൻ്റെ ചില കാര്യങ്ങളോടുള്ള മനോഭാവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിലതിനോട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പോയി അഭിപ്രായം പറയേണ്ടവരല്ല നമ്മൾ. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ട ആവശ്യവുമില്ല. നാം ചില കാര്യങ്ങളിൽ നമ്മുടേതായ നിലപാടുകളോടുകൂടി ഉദാസീന ഭാവത്തിൽ നിൽക്കുക തന്നെ വേണം. ഇങ്ങനെ ഒരു പ്രത്യേക ക്വാളിറ്റി നമുക്ക് ഭഗവത്ഗീതയിൽ നിന്നും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഭഗവത്ഗീത പഠനത്തിനൊരു തുടക്കമാവട്ടെ ഈ മത്സരം എന്ന് ആഗ്രഹിക്കുന്നു. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. അപ്പോൾ നല്ല കമന്റ്സ് കേട്ടു. മാർക്സിന്റെ കാര്യത്തിൽ വിഷമിക്കാൻ വേണ്ടാന്നും അവർ പറഞ്ഞു, അല്ലേ? ഇനിയിപ്പം നമ്മൾ നിന്ന് അധികം സമയം കളയണ്ടല്ലോ. അടുത്ത റൗണ്ടുകളിലേക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അടുത്ത റൗണ്ടുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഇവിടെ പോയ മാർക്കൊക്കെ നമുക്ക് അവിടെ പിടിക്കാം. റെഡി അല്ലേ? റെഡി? ഓക്കെ. അങ്ങനെ ഇന്നത്തെ വജ്രവ്യൂഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ അങ്ങനെ മകരവ്യൂഹം തുടങ്ങാനായിട്ട് സമയമായിരിക്കുകയാണ്. ആചാര്യസഭയിൽ നമ്മുടെ മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്യാം. സ്വാഗതം ചേട്ടാ. ഇനി നമ്മുടെ കുട്ടികൾ കഥാപാത്രങ്ങളായിട്ട് വേദിയിലേക്ക് വരേണ്ട സമയമാണ്. ഇന്നപ്പോ ആരാ വരുന്നേ നോക്കാം. ഭവൻസ് വിദ്യാ മന്ദിർ മഞ്ഞപ്ര. പേര്? നിത്യശ്രീ ചക്കിങ്കൽ, 8th പഠിക്കുന്നു. ഓക്കെ. മാധവ് കൃഷ്ണ, 9th പഠിക്കുന്നു. 9th. ആ ഒരു ഗാംഭീര്യം വിടുന്നില്ല. അത് കൊള്ളാം. വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. കഥാപാത്രങ്ങൾ പറയൂ. ദശരഥൻ. കൈകേയി. അപ്പൊ ഈ ഒരു റൗണ്ടിനെ കുറിച്ച് അറിയാലോ? അറിയാം. എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. ഇനിയിപ്പം വരദ ചേച്ചി ഒന്ന് പോയി തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെർഫോം ചെയ്യാം എന്നാണ്, അല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്കൊരു വേഷം തരൂ. എന്നാ പിന്നെ ഉണ്ടോ വല്ല ക്യാരക്ടറും? തൽക്കാലം ഇല്ല. ഉണ്ട് എന്നാലില്ല. ഓക്കെ. അടുത്ത പ്രാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് തരണം കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയണേ ഉള്ളൂ. ഞാൻ ഈ സീരിയൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു അവസരം തരുന്നില്ല മുരളിച്ചേട്ടാ. അയ്യോ, പക്ഷെ ഒരു പേടിയുണ്ട്. മുരളിച്ചേട്ടൻ അവിടെ ഇരുന്ന് മാർക്കിടില്ലേ? ആൾക്കാരെ കൊണ്ട് പറയിക്കണ്ട. അവര് പറയണതിന് ടിവിയിലും കൂടെ കാണിക്കണം. കേട്ടോ, നിങ്ങൾ നന്നായി പെർഫോം ചെയ്താൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാവണ നിഗ്രഹത്തിനായി അവതാരമെടുത്ത ശ്രീരാമദേവന്റെ രാജ്യാഭിഷേകം നടത്താൻ പോകുന്നതറിഞ്ഞ ദേവതകളാൽ സ്വരക്ഷാർത്ഥം സരസ്വതീ ദേവിയെ മന്ദര എന്ന ദാസിയുടെ നാവിൽ വിളയാടിച്ച് രാജ്ഞി കൈകേയിയാൽ അഭിഷേകം വിഘ്നം നടത്താൻ പ്രേരിപ്പിക്കുന്നു.
രാമന് രാജ്യം അനുവദിച്ചുകൂടാ. കൈകേയി, റാണി, കൈകേയി, ദാസിമാരെ, നിങ്ങളുടെ സ്വാമിനി എവിടെ? ദേവി ക്രോധാലയത്തിലാണ് മഹാരാജൻ. ക്രോധാലയത്തിലോ? പ്രിയേ, റാണി കൈകേയി, എന്തിനാണ് കോപിഷ്ഠയാകുന്നത്? ദേവിക്ക് അപ്രിയമായി ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മെ ഖേദിപ്പിക്കാതെ ക്രോധത്തിനു കാരണം എന്താണെന്ന് അറിയിച്ചാലും പ്രിയേ. ഭവതിയുടെ ഇഷ്ടം എന്താണെങ്കിലും നാം സാധ്യമാക്കുന്നതാണ്. അങ്ങ് സത്യസ്വരൂപനായ രാജാ ദശരഥൻ സത്യം പാലിക്കുമെങ്കിൽ നാം ആവശ്യപ്പെടട്ടെ. പറയൂ ദേവി. പ്രിയപുത്രൻ രാമനെ വെച്ച് സത്യം ചെയ്യുന്നു. ഭവതിയുടെ ഇംഗിതം നാം സാധ്യമാക്കുന്നതാണ്. പറയാം. ആദ്യം രാജ്യം, പിന്നെ വനവാസം. പറയൂ ദേവി. പണ്ട് സുരാസുര യുദ്ധത്തിൽ അക്ഷകീലം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ കൈവിരൽ കടത്തി അങ്ങയെ രക്ഷിച്ചത് ഓർമ്മയില്ലേ? തീർച്ചയായും. അതിപ്പോൾ ഭവതി ഈ സന്ദർഭത്തിൽ പറയുവാൻ കാരണം എന്താണ്? കേൾക്കൂ മഹാരാജൻ, അന്ന് അങ്ങ് നമുക്ക് 2 വരം തരാം എന്ന് പറഞ്ഞിരുന്നു. അത് ആവശ്യപ്പെടുമ്പോൾ മതിയെന്ന് ഭവതി പറഞ്ഞതുകൊണ്ടല്ലേ? എങ്കിൽ അതിപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നു. കോപിഷ്ഠയാകാതെ ഉണർത്തിച്ചാലും ദേവി. എങ്കിൽ നാം ചോദിക്കുന്നു. 1, അഭിഷേകത്തിനൊരുക്കിയ സംഭാരങ്ങൾ കൊണ്ട് മത്പുത്രനായ ഭരതന് രാജ്യാഭിഷേകം നടത്തുക. ദേവി, 2, അങ്ങയുടെ പ്രിയപുത്രൻ രാമനെ 14 വർഷം വനവാസത്തിനയക്കുക. ദേവി, രാമൻ വനവാസം? നീ എന്താണ് പറയുന്നത്? നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ? രാമഗുണങ്ങളെ വർണ്ണിക്കുന്ന നീ ബുദ്ധിഭ്രമമോ? നമുക്കോ? സത്യസന്ധനായ അയോധ്യാധിപതി ഇപ്പോൾ എന്തേ ഇങ്ങനെ വിലപിക്കുന്നു? നിന്റെ രാമന് വനവാസം അതെങ്ങനെ സാധ്യമാക്കും? വാഗ്ദാനം ചെയ്ത വരം അങ്ങേക്ക് നൽകാൻ കഴിയുന്നില്ല മഹാരാജൻ. കൈകേയി, ഭരതന് രാജ്യം കൊടുക്കാമല്ലോ. രാമൻ എന്തിന് വനത്തിൽ പോകണം? പ്രിയപുത്രനെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്ന അങ്ങ് അവനെ ചൊല്ലി ചെയ്ത സത്യം മറന്നു പോകുന്നുവോ? ഭവതി എന്നെ പ്രതിസന്ധിയിൽ ആഴ്ത്തരുത്. വരം തരുന്നില്ലെങ്കിൽ ഈ കൈകേയി ജീവൻ വെടിയും. കൈകേയി, അരുത്. നീ ഇങ്ങനെ സത്യം ലംഘിച്ചാൽ അതിന്റെ ഫലം നരകമാണെന്നറിയുക. നാരി കുലത്തിന്റെ ദേവിയാണ്. എന്നാൽ നീ കുലനാശത്തിനുള്ളവളാണ്. രാമൻ, ഈശ്വര, ഞാൻ എന്തിന് സ്ത്രീയെ വിശ്വസിച്ചു? കർമ്മഫലത്തെ തടയുക സാധ്യമല്ല. അത് അനുഭവിച്ചേ മതിയാകൂ. രാമ, രാമ,
മഹാരാജൻ, മന്ത്രിവര്യ, നമ്മുടെ രാമനെ ശീഘ്രം ഇങ്ങോട്ട് അയക്കുക. രാമൻ സത്യമേ പാലിക്കൂ. സത്യം പിതാവിൻ്റെതായാൽ പോലും. കൈകേയി, റാണി, രാമ, പ്രിയപുത്ര, രാമ, 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 രാമ. കൈകേയി മാതാവിൻ്റെ നിർബന്ധവാക്യം കൊണ്ടും സ്വപുത്രനോടുള്ള സ്നേഹാധിക്യം മൂലവും ദശരഥ മഹാരാജാവ് ദുഃഖിതനായെങ്കിലും ഉത്തമപുത്രനായ ശ്രീരാമൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാനായി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുക തന്നെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഹാപ്പി? നേരെ നമുക്ക് കമന്റ്സിലേക്ക് പോവാം അല്ലേ? സ്വാമിജി, രണ്ടുപേരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വിശിഷ്യ എടുത്തു പറയുകയാണെങ്കിൽ കൈകേയിയുടെ പാട്ട് കുറച്ചുകൂടി നന്നായി എന്ന് വേണം പറയാൻ. വളരെ നന്നായിട്ടുണ്ട്. കുറച്ച് താതാമ്യം അതിനോട് വന്നതുപോലെ തോന്നിയിട്ടുണ്ട്. എന്തായാലും സുന്ദരമായൊരു സന്ദർഭമാണ് ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഈ കുടുംബ കലഹങ്ങളിൽ ഇങ്ങനെയുള്ള കൈകേയിമാരെ കൊണ്ടാണ് ധാരാളം കുടുംബങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുള്ളത്. ഒരു മന്ധരയ്ക്ക് കൈകേയിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. എന്നുവെച്ചാൽ കൈകേയി അത്രയും രാമനെ സ്നേഹിച്ചിട്ടുകൂടി ഭർത്താവിനെയും അതുപോലെ തന്നെ സ്വന്തം പുത്രനേക്കാൾ ഉപരി രാമനെ സ്നേഹിച്ചിട്ടുകൂടി ഒരു മന്ധരയ്ക്ക് കൈകേയിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. എന്നാൽ കൈകേയിക്ക് ഒരിക്കലും ഭരതനെ സ്വന്തം പുത്രനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അത് ഭരതൻ്റെ ആ പുരുഷ ഗുണമെന്ന് പറയുന്നു. അതിനെ പുരുഷ ഗുണം എന്നാണ് പറയുന്നത് സാധാരണ. മറ്റേത് ഒരു ചാബല്യമുണ്ട്. അങ്കുശമേൽക്കാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്നൊരു കവി പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ചാബല്യത്തെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. ആ ദൃഢതയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഈ ദൃഢത നമ്മുടെ ആദർശത്തോടുള്ള ഒരു ദൃഢത, ഭരതനെ പോലെയുള്ളൊരു ദൃഢത ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതിനാണ് കുടുംബ ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതുപോലെയുള്ള മന്ധരെ പോലെയുള്ള കൈകേയെ പോലെയുള്ളവരുടെ സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും നമുക്കിതൊരു മെസ്സേജ് പോലെയാണ്. ഇതൊരു മെസ്സേജാണ്. നമ്മുടെ രാമായണം എന്ന് പറയുന്ന ഈ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളൊരു വലിയൊരു മെസ്സേജാണ്. കുടുംബത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ സ്വാർത്ഥത വെടിയാൻ തയ്യാറാകണം എന്നുള്ള ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. കാരണം സ്വന്തം ഭർത്താവിനെ പ്രാണന് തുല്യം സ്നേഹിച്ച ആളാണ് കൈകേയി. യുദ്ധത്തിൽ രക്ഷിച്ച ആളാണ്. അതേസമയം തന്നെ അതേ ഭർത്താവിനെ തന്നെയാണ് കൊല്ലുന്നത്. ആലോചിച്ച് നോക്ക്. ഇവിടെ രാമനെ കാട്ടിൽ വിട്ടുകൊണ്ട് ദശരഥൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതി വരുന്നത്, ആ ഒരു മാറ്റം എത്ര പെട്ടെന്നാണ് വന്നത്. അപ്പോൾ ഈ ഒരു സ്വഭാവം മാറിയാൽ നമ്മുടെ സമൂഹം നന്നാവും. ഏതായാലും രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം. താങ്ക് യു സോ മച്ച്. നന്ദി സ്വാമിജി. അലക്സാണ്ടർ സർ? കുട്ടികളുടെ അഭിനയം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് കൈകേയി വളരെ ബെസ്റ്റായിട്ട് അഭിനയിച്ചു. അതിന് അഭിനന്ദനം. ദശരഥന് അയോധ്യയുടെ രാജാവായത് ഭാര്യയിൽ നിന്നാണ്, കൗസല്യയിൽ നിന്നാണ്. കൗസല്യത്തിന് തലസ്ഥാനമായിരുന്നു അയോധ്യ. കൗസല്യത്തിൻ്റെ ഏക മകൾ കൗസല്യെ കല്യാണം കഴിച്ചുകൊണ്ട് സ്ത്രീധനം കിട്ടിയതാണ് ഈ അയോധ്യ. ദശരഥൻ സൂര്യവംശ രാജാവായിരുന്നു. കൗസല്യക്ക് ജനിച്ച മക്കൾക്ക് മാത്രമേ അയോധ്യയുടെ മുണ്ടയ്ക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൈകേയെ കല്യാണം കഴിച്ചാൽ പറഞ്ഞു, ആദ്യത്തെ പുത്രനെ നീ പ്രസവിച്ചാൽ നിനക്ക് നിന്റെ മകനെ പിൻഗാമിയാക്കാമെന്ന് പറഞ്ഞു. പിന്നെ സുഭദ്രയെ കല്യാണം കഴിച്ച് ഇത് തന്നെ പറഞ്ഞു, ആദ്യത്തെ പുത്രനെ തന്ന നിന്റെ മോനെ രാജാവാക്കാമെന്ന് പറഞ്ഞു. അവസാനം എന്ത് പറ്റി? പുത്രകാമേഷ്ടി കഴിഞ്ഞ് മക്കളുണ്ടായപ്പം 1, 2, 3 ഓർഡർ വന്നപ്പോൾ ആദ്യം ജനിച്ച ശ്രീരാമനാണ്. കൈകേയിയുടെ മുമ്പ് പിന്നെ ഉണ്ടായതാണ്. അപ്പോൾ ശ്രീരാമൻ്റെ റൈറ്റ് അപ്പോഴും പോകുന്നില്ല. അപ്പോൾ ഈ സീനിന് പകരം
ഇവർ ഈ സ്കിറ്റ് എടുക്കേണ്ടിയിരുന്നത് ദശരഥൻ മരിച്ച് ഭരതൻ അയോധ്യ ഭരിക്കാതെ 24 കിലോമീറ്റർ ദൂരം നന്ദിഗ്രാമിൽ പോയി. അത് കഴിഞ്ഞ് യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീരാമൻ തിരിച്ചു വന്നിട്ട് ഭരതനെ പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ സർവ്വസൈന്യാധിപനാക്കി, ഡിഫൻസ് മിനിസ്റ്ററാക്കി. അത് കഴിഞ്ഞ് ശത്രുഘ്നെ പിടിച്ചിട്ട് ധനകാര്യം ഏൽപ്പിച്ചു. ആ സമയത്ത് കൈകേയിയെ ശ്രീരാമൻ സ്വീകരിക്കുകയും എല്ലാവിധ ബഹുമാനം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അശ്വമേധം നടത്തുമ്പം കൈകേയിക്ക് അർഹമായ സ്ഥാനം ശ്രീരാമൻ കൊടുത്തു. അവസാനം ദശരഥനെ ആത്മാക്കളെ പൂജ ചെയ്ത് വരുത്തിയപ്പം ദശരഥനോട് ശ്രീരാമൻ ഒരു വരം ചോദിച്ചു. കൈകേയിയോട് വിരോധം അങ്ങ് പുലർത്താൻ പാടില്ല. ദശരഥൻ്റെ ആത്മാവിനോട് ശ്രീരാമൻ കൈകേയിക്ക് വേണ്ടി ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു സീൻ, അതായത് തെറ്റുപറ്റിയ കൈകേയി തെറ്റു തിരുത്തുന്ന ഒരു ഭാഗം ആദ്യത്തെ സ്കിറ്റിൻ്റെ അവസാനം രണ്ടാമതൊരു പാർട്ടായിട്ട് കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അതൊരു മോഡലാകുമായിരുന്നു. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ സീൻ എടുക്കണ്ടായിരുന്നു എനിക്കൊരു അഭിപ്രായം. പക്ഷേ കുട്ടികൾ രണ്ടും ഭംഗിയായിട്ട് അഭിനയിച്ചു. അവരുടെ അവതരണമൊക്കെ വളരെ ഭംഗിയായിരുന്നു. താങ്ക് യു സർ. വിശ്വനാഥൻ സർ. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാംശത്തെയാണ് ഈ കുട്ടികൾ ഇവിടെ ലഘുനാടകമായി അവതരിപ്പിച്ചത്. അഭിഷേക വിഘ്നം. അത് രാമായണത്തിലെ കഥാഭാഗത്തെ പോലും മാറ്റിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട രംഗമാണ്. ആ രംഗത്തെ വളരെ ഭംഗിയായിട്ട് മനോഹരമായി അവർ ആവിഷ്കരിച്ചു. ആ രംഗം തിരഞ്ഞെടുത്തതിലും രണ്ടുപേരുടെയും അഭിനയ ചാതുരിയും കൈകേയിയും അതേപോലെ ദശരഥനും ഒക്കെ അവരുടെ കഴിവനുസരിച്ച് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ആ ഭാഗത്തെ ഉൾക്കൊള്ളാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളത് അവരുടെ അഭിനയത്തിൻ്റെ ചാതുരിയാണ്. ഒരു മാതൃത്വം എങ്ങനെ വഷളായി തീരാം എന്നാണ് രാമായണം കാണിച്ചത്. അങ്ങനെ ആവാനല്ല, അങ്ങനെ ആവാതിരിക്കാനാണ്. കൈകേയിയെപ്പോലെ അമ്മയാവാനല്ല രാമായണം പഠിപ്പിക്കുന്നത്. കൈകേയിയെപ്പോലൊരു മാതൃത്വം ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് കൈകേയിയുടെ മാതൃത്വം ദുഷിച്ചു എന്നുള്ളതിന് ന്യായമായ കാരണവുമുണ്ട്. മന്ധരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടതുകൊണ്ടാണ്. അപ്പം ഒരു മാതൃത്വം ദുഷിച്ചാലുണ്ടാകുന്ന അനന്തരഫലങ്ങൾ ആ രാജധാനി മാത്രമല്ല അയോധ്യ മുഴുവനും കണ്ണീരിലർത്താൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു. ഇതൊരിക്കലും ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതൊരു മാതൃകയല്ല, ഇങ്ങനെ ആവരുത് ഇഷ്ടം പോലെയുണ്ട്. സാഹോദര്യ ബന്ധം കാണിക്കുമ്പോൾ സുഗ്രീവനെ പോലെയും ബാലിയെപ്പോലെയും ആവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആവണം എന്ന് കാണിക്കാനില്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധവാചികൾ പറയുമ്പോൾ അവിടെയൊക്കെ രാമായണം ഉദ്ദേശിക്കുന്നത് എന്താവണം എന്താവരുത് എന്ന് കാണാൻ വേണ്ടിയാണ്. കൗസല്യയെപ്പോലെ രമയാവാം, കൈകേയിയെപ്പോലെ മാതൃത്വം ദുഷിപ്പിക്കരുത്. ദുഷിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലം മുഴുവൻ കൈകേയിയുടെ അന്തിമ നിമിഷം വരെയും കൈകേയി ദുഃഖം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള താക്കീതാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ കഥാംശത്തെ മനസ്സിലാക്കി അതേപോലെ നമ്മുടെ അമ്മമാർക്ക് ഒരു നല്ല അമ്മമാരായി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ ഈ ചെറിയ കഥാംശം എല്ലാവരും ഉൾക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. ലക്ഷ്മി മാം. ഗംഭീരായി, നന്നായിരുന്നു. സാറ് പറഞ്ഞതുപോലെ വേദത്തിൽ സ്ത്രീയെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംബോധനയുണ്ട്. അത് അപതിഗ്നേധി എന്ന സംബോധനയായിരുന്നു. പതിഘാതകിയാവരുത് നീ എന്ന് വെച്ചാൽ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് നാം പതിക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഒരു സ്ത്രീയുടെ, ഭാരത സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. വാസ്തവത്തിൽ ഭാരത സ്ത്രീ ചപലയല്ല. ഭാരത സ്ത്രീക്ക് ചാപല്യം എന്ന ഭാവം ചേരില്ല. എപ്പോഴാണ് വാത്സല്യം, സ്നേഹം, ഈ പങ്കുവെക്കൽ, കരുതൽ ഇതൊക്കെ ഉള്ളപ്പോ സ്ത്രീ ഏറ്റവും ഉദാത്തമായ അവസ്ഥയിലും സ്ത്രീയിലേക്ക് ഈ കൈകേയി ഇപ്പൊ പ്രകടിപ്പിച്ചതുപോലത്തെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങൾ അറിയാതെ പൊട്ടിത്തെറിക്കുന്ന ഗുണങ്ങൾ വരുമ്പോ സ്ത്രീ ഏറ്റവും നീചമായ ഭാവത്തിലും വരും. അപ്പൊ നമുക്ക് രണ്ട് ഭാവങ്ങളെ കാണിച്ചു തരുന്ന ഒരു സന്ദർഭമായിരുന്നു നിങ്ങൾ സൂചിപ്പിച്ചത്. എനിക്ക് ഒരു കാര്യം തോന്നുന്നത്, നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് ഒരാൾക്കൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ അയാൾ പറയാണ് എനിക്കിപ്പോ വേണ്ട, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിക്കാം, ഇപ്പൊ നിങ്ങൾ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം അതിലെന്തോ ഒരു കുടിലതയുണ്ട് അല്ലെ. അയാൾ ആവശ്യപ്പെടുന്ന സമയം വരെ കാത്തു വെക്കുന്ന സമ്മാനമാണ്, വരമാണ് കൈകേയി ചോദിച്ചത്. കൈകേയിയുടെ ക്യാരക്ടറിലേ ഉണ്ട് ആ ഒരു ഭാവം. അത് ഭംഗിയായി അവതരിപ്പിച്ചു. വളരെ നന്നായി, അഭിനന്ദനം. താങ്ക് യു. മുരളിച്ചേട്ടാ. രണ്ട് കുട്ടികൾക്ക് നമസ്കാരം. നന്നായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു.
ഈ കൈകൈയുടെ ഇത് രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട്. കാരണം ഈ സിറ്റുവേഷനിൽ കൈകൈ ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ടാണ് പലർക്കും കൈകൈ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവുന്നത്. കാരണം അത്രയും പവർഫുള്ളാണ്. അതിന് ബാലൻസ് ആയിട്ട് അപ്രൂവും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര എനർജി ആയിട്ട് അത് കിടക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് കൈകൈയിലേക്ക് ആ ശ്രദ്ധ പോകുന്നത്. നല്ല എൻട്രി ആയിരുന്നു, നല്ല തുടക്കമായിരുന്നു. ഇതെല്ലാം ആടയാഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതും എല്ലാം നന്നായിരുന്നു. നല്ല തുടക്കമായിരുന്നു. ആ വീഴ്ച കുറച്ചുകൂടി നന്നാവണമായിരുന്നു മോളെ. ദാറ്റ് വാസ് മെക്കാനിക്കൽ. മനസ്സിലായില്ലേ? നമുക്ക് വീഴണം. എൻട്രി നന്നായിരുന്നു. മറ്റത് ആവശ്യമില്ല കേട്ടോ. അവിടെ എവിടെയാണ് ഇന്ന മുറിയിലാണ് എന്നുള്ള അത് വേണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അവിടെ ഒരു സീൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത് കേട്ടതിന് ശേഷം ഈ മുറിയിലേക്ക് വരുന്നതായിരുന്നു കുറെ കൂടി ബെറ്റർ അതിന്. കാരണം അത് ഒന്ന് ലാഗ് ചെയ്തു, ഒന്ന് വലിച്ചു അവിടെ. മനസ്സിലായില്ലേ? പിന്നെ വന്നിട്ട് മാധവ് ഇവിടെ ഇരുന്നിട്ടല്ലേ ആദ്യം ഇവിടെ ഇരുന്നു അല്ലേ, സംസാരിച്ചു, കൈകൈയോട് സംസാരിച്ചു, പിന്നെ എണീറ്റ് പോയി. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ആ മൂവ്മെന്റ് വേണ്ടായിരുന്നു. കാരണം അവിടെ ബാക്കിൽ കൊണ്ടുപോയി ഇരുത്തണമെങ്കിൽ ആദ്യമേ അവിടെ വന്നിരുന്നാൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? ഇതിപ്പം ഒരു പേർപ്പസും ഇല്ലാതെ ആദ്യം വന്നിരുന്ന് വീണ്ടും ഒന്ന് എണീറ്റ് ഒന്ന് നടന്ന് പോയി അപ്പുറം വന്നിരുന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് അവിടെ വന്നിരുന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. നല്ല മോഡുലേഷൻ ആട്ടോ രണ്ടുപേരുടെയും നല്ല ബ്യൂട്ടിഫുൾ മോഡുലേഷൻ, നല്ല വോയിസിൻ്റെ മാധവിൻ്റെ വോയിസ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ബേസിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. നന്നായിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞ ആ ഒരു സ്വഗതമുണ്ട് ഇല്ലേ? അതായത് ആ ഒരു പ്ലാനിങ് ഇല്ലേ, അതെന്തായിരുന്നു അത്? ഭരതന് ആദ്യം രാജ്യം, പിന്നെ വനവാസം. അതെ, അത് ഇപ്പൊ പറഞ്ഞതിനേക്കാൾ ലോയിലാണ് അത് കൊടുത്തത്. വിച്ച് വാസ് ഫാന്റാസ്റ്റിക്. ഞാൻ എന്തിനീ സ്ത്രീയെ വിശ്വസിച്ചു എന്നുള്ളത് അത് സ്വയം പറയുന്നതാണോ അതോ ഇവരോട് പറയുന്നതാണോ? സ്വയം പറയുന്നതാണ്. അത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു മാധവിൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ. അതായത് ഞാൻ നിങ്ങളെ കാണുന്നത് നല്ല ആക്ടിങ് ഓൾറെഡി കാഴ്ചവെച്ച ആക്ടേഴ്സ് എന്നുള്ള ലൈനിൽ തന്നെയാണ് കേട്ടോ, നോട്ട് ആസ് സ്റ്റുഡൻസ്. കാരണം യു ക്യാൻ ഡു ഇറ്റ്. അത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു മോനെ. മനസ്സിലായില്ലേ? ദാറ്റ് യു ആർ ടോക്കിംഗ് ടു യുവർ സെൽഫ്, വൈ ഡിഡ് ഐ, എന്തിനാണ് ഞാൻ ഇത് ചെയ്തതെന്നുള്ളത്. ഇതിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ചാൽ ഇത് ഇവരോട് പറയുകയാണോ അത് എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ തോന്നലുണ്ടാവരുത്. അതുപോലെ തന്നെ അതിൽ ഇവരെ തീരെ നോക്കാനും പാടില്ല. മനസ്സിലായി? അത് നമ്മൾ സ്വയം നമ്മളോട് പറയുന്ന ഒരു ഡയലോഗാണത്. അത് കുറെ കൂടി നന്നാക്കാമായിരുന്നു. ദി എക്സിറ്റ് വാസ് ബ്രില്യൻ മോളെ. ഇറങ്ങിപ്പോയതുണ്ടല്ലോ, ഒരു കാറ്റ് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൊടുങ്കാറ്റ് ഇറങ്ങിപ്പോയ പോലെയാണ് തോന്നിയത്. അസലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, എക്സലന്റ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. അപ്പോൾ ഒരുപാട് നല്ല കമന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് നേരെ മാർക്സിലേക്ക് പോവാം അല്ലേ? സ്വാമിജി ഔട്ട് ഓഫ് 10 9 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ 8.5 ഔട്ട് ഓഫ് 10. ലക്ഷ്മി മാൻ 8.5 ഔട്ട് ഓഫ് 10. ഇനി മുരളി ചേട്ടൻ 20 മാർക്കിലായിരിക്കും മാർക്ക് തരുന്നത്. മുരളി ചേട്ടാ 20-ൽ 17 മാർക്കുണ്ട്. 17 മാർക്ക്. അപ്പൊ നമുക്ക് 50-ൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 43. നല്ല മാർക്കാണ്. അതെ, ഹാപ്പി അല്ലേ? പിന്നെ മീശ കാരണമാണ് ചിരി അറിയാത്തത്. ഇവിടെ കിട്ടിയതിൽ സെമി ഫൈനൽസിൽ നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോർ തന്നെയാണത് കേട്ടോ. അപ്പൊ നമുക്കിനി മറ്റൊരു റൗണ്ടിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വജ്രവ്യൂഹത്തിൽ ഒരുപാട് പുതിയ അറിവുകൾ തന്നുകൊണ്ട് രണ്ട് ടീമും നന്നായി തന്നെ മത്സരിച്ചു. മകരവ്യൂഹത്തിൽ ദശരഥനും കൈകേയും തമ്മിലുള്ള ഒരു സീനാണ് നമ്മൾ ലഘുനാടകത്തിൽ കണ്ടത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി.